ഇന്ത്യൻ വാഹനരംഗത്ത് ഒരുപാട് പുതുമകൾ സംഭവിക്കാൻ പോകുന്ന ഒരു വർഷമാണിത്. ഇതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഡീസൽ പെട്രോൾ മോഡലുകളേക്കാൾ കൂടുതൽ മറ്റ് ഇന്ധനങ്ങളിൽ ഓടുന്ന വാഹനങ്ങളുടെ ഒരു കാലം എന്ന് വിശേഷിപ്പിക്കാം. അതിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ്. അതിനൊരു തെളിവായിരുന്നു ഗ്ലോബൽ മൊബിലിറ്റി ഓട്ടോ എക്സ്പോ. കാരണം ആ ഓട്ടോ എക്സ്പോയിൽ ഏറ്റവും അധികം കൂടുതൽ അവിടെ അൺവെയിൽ ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. എല്ലാ വാഹന നിർമ്മാതാക്കളും അവരുടെ പുതിയ മോഡലുകളെ അവതരിപ്പിച്ചു. അതുമാത്രമല്ല, പലരും ആദ്യമായി ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാമായിരുന്നു. അത്തരത്തിൽ നമ്മുടെ ആ ഒരു വാഹന വിപണി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയിലെ വിപണി മൂല്യം എന്ന് പറയുന്നത് $23.38 ബില്യൺ അത് 2032 ആകുമ്പോഴേക്കും 118 ബില്യനായി വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 20,22,873 യൂണിറ്റുകളാണ് കഴിഞ്ഞ വർഷം വിറ്റഴിച്ചത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു വിപണി മൂല്യം വർദ്ധിക്കുകയും അതേപോലെ തന്നെ ആ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാവുകയും നമുക്ക് ഈ ഒരു രാജ്യത്ത് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് മറ്റു പുതിയ വാഹന നിർമ്മാതാക്കളൊക്കെ തന്നെ അവരുടെ പ്ലാന്റുകളെ ഇന്ത്യയിൽ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുവരെ മാരുതി സുസുക്കി ഇന്ത്യൻ വിപണിയിൽ ഒരു ഇലക്ട്രിക് വാഹനത്തെ അവതരിപ്പിച്ചിരുന്നില്ല. ആദ്യമായി ഈ വർഷം അവർ ഒരു ലോക വിപണിയിൽ തന്നെ അവർ ഇലക്ട്രിക് വാഹനത്തെ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇനിയും ഇത്രയധികം പുരോഗതിയും ഇത്രയധികം പുതുമകളും എല്ലാ വാഹന നിർമ്മാതാക്കളും ഇവിടേക്ക് വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു EV വാങ്ങുന്ന ഒരു സമയമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഒരു ഗുണകരം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. രണ്ടും ചേർന്ന ഒരു ഒരു അവസ്ഥയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ധനക്ഷമത, അതേപോലെ തന്നെ മെയിൻ്റനൻസിൻ്റെ കുറവ്, അതുമാത്രമല്ല കറണ്ട് ചാർജിലുള്ള കുറവ്, ഇവയൊക്കെ കൊണ്ടും അതുപോലെ തന്നെ സ്ഥിരമായ ചെറിയ യാത്രകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ടും നമ്മളുടെ പോക്കറ്റ് ലാഭിക്കാൻ സാധിക്കുന്നു, പ്രത്യേകിച്ച് സിറ്റി യാത്രകൾ, അതേപോലെയുള്ള ചെറിയ യാത്രകൾക്ക്. എന്നാൽ ഇത് ഗുണകരമല്ലാതാവുന്നത് ശരിക്കും ഒരു ദീർഘദൂര സ്ഥിരയാത്രയ്ക്കാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ ഒരു വാഹനം സ്വന്തമായി ഒരു വാഹനം, അതായത് ഇലക്ട്രിക് ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് ആലോചിച്ചു വേണം. പ്രധാനമായും 2 കാര്യങ്ങൾ ആലോചിക്കണം. ഒന്ന്, ഇതിൻ്റെ ഒരു ചാർജിങ് സംവിധാനം. 2, നമ്മളുടെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വാഹനം വാങ്ങിയിട്ട് ചാർജിങ് സംവിധാനം അധികമില്ല എങ്കിൽ നമുക്ക് ഈ വാഹനത്തെ കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയില്ല. അതുമാത്രമല്ല, ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലൊക്കെ ഉപയോഗിക്കാൻ, ഉദാഹരണമായി നമ്മൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു വാഹനം വാങ്ങുകയും ഇതുമായി തിരുവനന്തപുരത്തേക്കൊരു യാത്ര പോവുകയും, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളൊരു യാത്രയാണ്. ഈ യാത്രയിൽ അവിടെ ചെന്നു നമ്മളുടെ കാര്യങ്ങൾ സാധിച്ച് അന്ന് തന്നെ തിരിച്ചു പോരാനാണെങ്കിൽ നമുക്ക് ഈ വാഹനത്തെ വീണ്ടും ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അന്ന് വരാനല്ലെങ്കിലും അടുത്ത ദിവസം വരാനാണെങ്കിലും ഇത് ചാർജ് ചെയ്യണം. അപ്പോൾ ചാർജിങ് സ്റ്റേഷൻ നമ്മൾ തിരക്കി പോകേണ്ടതായി വരും. ചാർജിങ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 50 മിനിറ്റ് കൊണ്ട് 80% ചാർജിലെത്തുന്ന ഫാസ്റ്റ് ചാർജിങ് സംവിധാനമൊക്കെ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. നമ്മൾ ചാർജിങ് സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ 2 വാഹനങ്ങൾ കിടപ്പുണ്ടെങ്കിൽ നമ്മളുടെ 3 മണിക്കൂർ അവിടെ നഷ്ടമാകും. ഈ 3 മണിക്കൂർ നഷ്ടമാകുമ്പോൾ നമ്മൾ ഈ സമയം ചെലവഴിക്കാൻ വേണ്ടി പല റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള കടകളിലോ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക ലാഭം, നമ്മളിവിടെ ആ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ എന്തൊക്കെ ലാഭമാണോ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നത് അതൊന്നും ഇല്ലാതാക്കും. അതുമാത്രമല്ല, സമയനഷ്ടം. അപ്പോൾ സമയം നമുക്ക് നഷ്ടമാകുന്നു, അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ സാമ്പത്തികം നമുക്ക് നഷ്ടമാകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യാനുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം. അതുമാത്രമല്ല, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുവെങ്കിൽ വാഹനം നമുക്ക് ട്രാഫിക് ബ്ലോക്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന 280 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത കുറഞ്ഞു വരികയും, 1 മാനസിക ടെൻഷൻ, 2 ഇത് എത്തുമോ എന്നുള്ളൊരു ടെൻഷൻ, ഇതെല്ലാം കൂടി അവസാനം ഈ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്താതെ റോഡിൽ പെടാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മൊബൈൽ ചാർജിങ് സംവിധാനം പോലെയുള്ളതൊക്കെ വിളിച്ചു വരുത്തി അത്രയും സമയം കൂടി നമ്മൾ റോഡിൽ കിടക്കേണ്ടതായി വരും. ഇപ്പോൾ ഈ ഒരു ആഗോള വിപണിയിൽ ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിന് ഒരു ചെറിയൊരു ഇടിവ് സംഭവിക്കുന്നതായിട്ടൊരു വാർത്തയുണ്ട്. അപ്പോൾ അതിനെ കവർ ചെയ്യാനും ഞാൻ മുൻപ് പറഞ്ഞ പല പോരായ്മകളും നികത്തുന്നതിനും വേണ്ടി പല വാഹന നിർമ്മാതാക്കളും കുറഞ്ഞ സമയത്തിനുള്ളിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യാനും കൂടുതൽ ഇന്ധനക്ഷമത ലഭിക്കുന്ന രീതിയിലുള്ള സാങ്കേതിക തികവുകളൊക്കെ വാഹനങ്ങളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ ഈ വിപണിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ഥിരമായ ചെറിയ യാത്രകൾക്കും അതുപോലെ നമ്മളുടെ ഉപയോഗത്തിനും നമ്മളെ സൗകര്യത്തിനും അനുസരിച്ചുള്ള വാഹനങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ വാങ്ങുന്നതെങ്കിലും അവ ഇപ്പോൾ നമുക്കൊരു നഷ്ടമല്ല. അതുമാത്രമല്ല, നമ്മളുടെ പോക്കറ്റിന് വളരെ ലാഭവുമാണ്. എങ്കിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇതേപോലുള്ള സംവിധാനങ്ങൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതലായി നമുക്ക് ഈ വാഹനങ്ങളെ ആശ്രയിക്കാം.